ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. കുറേ ആയി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കുറേ എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കാറില്ല കേട്ടോ. ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാറില്ല. പിന്നെ 2025 ഞാൻ വീഡിയോസ് ഇടൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഏകദേശം ഞാനൊരു 2022 ലാസ്റ്റൊക്കെ ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2021 ലാസ്റ്റായിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 മൊത്തത്തിൽ ഫ്ലോപ്പായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസിൻ്റെ ഗാലറിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ അങ്ങനെ അത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇവിടെ ഇടണം എന്നുണ്ടാവും എടുക്കുമ്പോൾ, പക്ഷേ അതങ്ങനെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു മൂഡോ സിറ്റുവേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ 2025. ഇപ്പോഴും സിറ്റുവേഷൻ ഇല്ല, പക്ഷേ ഉണ്ടാക്കുകയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് എടുക്കലും ഇടലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റ് ചെയ്യലും മാത്രമാണ് ചെറിയൊരു മടിയുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കലും പിന്നെ അതുപോലെ അപ്ലോഡ് ചെയ്യലും പിന്നെ അവരുടെ റിയാക്ഷൻസും കമൻറ്റും ലൈക്കും അതൊക്കെ നോക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. 2025 മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ 2026 നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു 1-ാം തീയതി തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 1-ാം തീയതി മുതൽ. പക്ഷേ വീഡിയോ എടുത്തു ഇടാൻ പറ്റിയില്ല. അത് തിരക്കൊണ്ടാണ് കേട്ടോ, മടി കൊണ്ടല്ല, തിരക്കൊണ്ടാണ്. 2026 എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളുള്ളൊരു വർഷമാണ്, കുറേ പ്ലാനുകളൊരു വർഷമാണ്. നല്ലൊരു വർഷമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. 2025 കുറേ തിരിച്ചറിവുകളും കുറേ എക്സെട്ര കാര്യങ്ങളൊക്കെ 2026 എത്തുമ്പോൾ നമുക്കൊരു എന്താ പറയുക, കുറച്ച് എന്താ പറയണ്ടത് എനിക്കറിയില്ല. എന്തോ 2025 വരെ ഉണ്ടായിരുന്ന ഞാനല്ല ഈ സത്യം പറഞ്ഞാൽ 2026 മുതൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ബോൾഡായി. എനിക്ക് തന്നെ തോന്നും ഞാൻ നല്ല ബോൾഡായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്നും ഞാൻ ആർക്കും തളർത്താൻ പറ്റില്ല, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 2025? സെറ്റായിരുന്നോ? എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. എല്ലാവരും അടിപൊളി ഉണ്ടാവില്ല. ചിലവർക്ക് അടിപൊളിയാവും, ചിലവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് രണ്ടും മിക്സഡ് ഉണ്ടാവും. അത് അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യം, വിധി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറയാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ ഇങ്ങനെ പറയണമെന്ന് മറക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര നോയ്സ് ഉണ്ട്. ഇവിടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ട്, പക്ഷേ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ പോണതിൻ്റെ നല്ല നോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുതി വെച്ചതിൻ്റെക്കാട്ടിലും കൂടുതൽ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറുതായിട്ട് ഡിസ്പ്ലേ പോയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് സാംസങ് ഗാലക്സി A25 ആണ്. 2024 എടുത്താണ് കേട്ടോ. 2024 ഫസ്റ്റ് എടുത്താണ്. ജനുവരിയിലൊക്കെ ആയിട്ട് എടുത്തതായിരിക്കും. അല്ല, ന്യൂ ഇയറിൻ്റെ മുന്നേ എടുത്തുള്ളൂ. അപ്പോൾ 2023 ഡിസംബറിൽ എടുത്ത ഫോണാണ്. അപ്പോൾ ഇതിന് ചെറുതായിട്ട് ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് സെറ്റാക്കി ഇടാനാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഫോണിന് ഭയങ്കര വീഡിയോ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിനെക്കാട്ടും എനിക്ക് അടിപൊളിയാണ് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനും തോന്നണില്ല. നോക്കട്ടെ, അതൊക്കെ നമുക്ക് അതിൻ്റേതായ വഴിക്ക് ചെയ്യാം. അപ്പോൾ പുതിയ ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയും വിചാരിച്ചു എന്തിനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണത്, ഇപ്പോൾ തന്നെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടും. ഡെയിലി ഇടാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ കുറേ പ്ലാനിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തു അതിനുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ സമയം ഉണ്ടോ വെച്ചാൽ ഉണ്ടാക്കും. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ഉണ്ടാക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം എനിക്ക് സംസാരിക്കാം, നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കായി എന്നൊക്കെ തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വോയിസ് ഓവറോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആരൊക്കെ ഉള്ളൊരു ഫീലാണ്.
നമ്മളെ കേൾക്കാനും നമ്മളെ കാണാനൊക്കെ ആരൊക്കെ ഉള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടാതിരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ കുറേ ആൾക്കാർ കേട്ടോ, മറ്റേ നമ്മളെ നാട്ടിലുള്ളവരും ഫ്രണ്ട്സും പിന്നെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അറിയുമല്ലോ, നമ്മളെ സ്വന്തം നാടല്ലെങ്കിലും സ്വന്തം നാട് ഇങ്ങനെ ചെറുപ്പശ്ശേരി അല്ലെങ്കിൽ പെരിന്തൽമണ്ണയൊക്കെ പോകുമ്പോൾ അറിയണവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചോദിക്കും എന്താ വീഡിയോസ് ഒന്നും ഇടാത്ത പോകുമെന്ന് ചോദിക്കും കേട്ടോ. ഇങ്ങനെ അപ്പോഴേക്കൊരു ഇങ്ങനെ ഇടാനുള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനം എന്നൊക്കെ പറയൂലേ, അത് പിന്നെ ഒപ്പമുള്ളവരൊക്കെ ഇടാൻ പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിലും ഞാൻ ഇടുന്ന വെച്ചിട്ട് തന്നെ ആയിരുന്നു, ഒന്നുകൂടി സ്റ്റേണായി സെറ്റായിട്ട് വേണം ഇടാൻ എന്നായിരുന്നു. ഇങ്ങനെ എനിക്ക് പറയാനുള്ളൊരു സ്ട്രെങ്ത്ത് വേണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആവോളായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നോക്കി എന്തുകൊണ്ട് വീഡിയോ ഇട്ടോടാം, അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും വീഡിയോസൊക്കെ. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തെ അതൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസാണോ ഇഷ്ടം, അതോ ഇങ്ങനെ വോയിസ് ഓവറാണോ ഇഷ്ടം എന്ന് പറയാം കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് ഷോർട്സ് ഇടാനാണ് കേട്ടോ നോക്കുക. കാരണം ഇപ്പോൾ ലോങ് വീഡിയോസൊന്നും ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും ഷോർട്സ് വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിന് എഫർട്ട് എടുക്കില്ലേ നല്ലത്. അതാണെന്നുണ്ടെങ്കിൽ പണിയും പെട്ടെന്ന് കഴിയും. 1 മിനിറ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. നമുക്ക് നമ്മളെ ചെറിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എനിക്കും അതാണ് സൗകര്യം തോന്നുന്നു. ലോങ് വീഡിയോസ് അങ്ങനെ കാണുന്നവരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഉണ്ട്, അത്രയും നല്ല റീച്ചായി നിൽക്കുന്നവരുടെയൊക്കെ വീഡിയോസ് ആയിരിക്കും തോന്നുന്നു റീച്ചായി പോകുന്നുണ്ടാവുക. കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോസ് ഇടും കേട്ടോ. എനിക്ക് ഷോർട്സിലാണ് കൂടുതൽ വ്യൂസ് കിട്ടാറ്. കാണാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലോങ് വീഡിയോസും ഇടും. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും എല്ലാവർക്കും ബൈ.